വെൽക്കം ടു കോഓപ്പറേഷൻ എഹെഡ് യൂട്യൂബ് ചാനൽ. കോഓപ്പറേഷൻ എഹെഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്ഷൻ 9 കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ടു ബി ബോഡി കോർപ്പറേറ്റ്. The registration of a society shall render it a body corporate by the name under which it is registered, having perpetual succession and a common seal, and with power to hold property, enter into contract, institute and defend suits and other legal proceedings, and to do all things necessary for the purpose for which it was constituted. ഇവിടെ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യപ്പെടുന്നതോടുകൂടി ആ സൊസൈറ്റിക്ക് ശാശ്വതമായി പിന്തുടർച്ച അവകാശവും കൂടാതെ ഒരു കോമൺ സീലും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അത് മാത്രമല്ല, വസ്തുക്കൾ കൈവശം വെക്കുവാനും അതുപോലെ തന്നെ മറ്റ് വ്യാപാരങ്ങളിൽ ഏർപ്പെടുവാനും മറ്റ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുവാനും അതുകൂടാതെ തന്നെ നിയമപരമായ നടപടികൾ എടുക്കുവാനും ബാധിക്കുവാനും ആവശ്യമായി വരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും അധികാരം ഉള്ളതാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. പ്രൊവൈഡഡ് ദാറ്റ് ദ ഗവൺമെൻറ് ആൻഡ് ദ രജിസ്ട്രാർ ഷാൾ ഹാവ് പവർ ടു റെഗുലേറ്റ് ദ വർക്കിംഗ് ഓഫ് എ സൊസൈറ്റി ഫോർ ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ ബെറ്റർമെൻറ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് ദ ജനറൽ പബ്ലിക്. സർക്കാരിനും രജിസ്ട്രാർക്കും പൊതുജനങ്ങളുടെയും അംഗങ്ങളുടെയും സാമ്പത്തിക സാമൂഹിക ഉന്നമനത്തിനായി സംഘപ്രവർത്തനങ്ങളെ ക്രമപ്പെടുത്തുവാനുള്ള അധികാരം ഉണ്ടായിരിക്കുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് വിശദമായി പഠിക്കാം. ഇവിടെ രജിസ്ട്രേഷനോടുകൂടി എന്തായി മാറുകയാണ്? ബോഡി കോർപ്പറേറ്റായി മാറുകയാണ്. അതായത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ആ സൊസൈറ്റിക്ക് ഒരു പേരുണ്ട്. ആ പേര് കെട്ടിക്കഴിഞ്ഞാൽ ആ പേരിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എല്ലാവിധ ഇടപാടുകളും ചെയ്യാൻ വേണ്ടി പറ്റും. ആ പേരിൽ എന്ത് ചെയ്യാം? പിന്തുടർച്ച അവകാശം, അതുപോലെ കോമൺ സീൽ, അതുപോലെ വസ്തുക്കൾ വാങ്ങുവാനും വിൽക്കുവാനും അതുപോലെ ഹോൾഡ് ചെയ്യുവാനും, അങ്ങനെ എല്ലാവിധ അധികാരങ്ങളും സെക്ഷൻ 9 ആ സൊസൈറ്റിക്ക് ലഭിക്കും. ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ബൈ ദ നെയിം അണ്ടർ വിച്ച് ഇറ്റ് ഈസ് രജിസ്റ്റേർഡ്. അതായത് ആ സൊസൈറ്റി ഏത് പേരിലാണോ രജിസ്റ്റർ ചെയ്യുന്നത് ആ പേരിലാണ് എല്ലാ ഇടപാടുകളും നടത്തുക. ചില സൊസൈറ്റികൾക്ക് ബ്രാൻഡ് നെയിം ഒക്കെ ഉണ്ടാവും. പക്ഷേ ആ ബ്രാൻഡ് നെയിം കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ പൊതുവെ കാണിക്കാറില്ല. മറിച്ച് അതിൻ്റെ രജിസ്റ്റർ ചെയ്ത അതേ പേരിൽ തന്നെയാണ് എല്ലാ ഇടപാടുകളും നടക്കാറുള്ളത്. അതുപോലെ ചില സൊസൈറ്റികൾക്ക് മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളുണ്ടാവും. നീതി മെഡിക്കൽ സ്റ്റോർ, ഇലക്ട്രിക്കൽ സ്റ്റോർ, പ്ലംബിംഗ്. സൊസൈറ്റിയുടെ പേര് എന്താണോ ആ പേരിലാണ് ഇത്തരം അനുബന്ധ സ്ഥാപനങ്ങളും വ്യാപാരം നടത്തുന്നത്. ഇതിൽ പറയുന്ന ചില വേർഡ്സ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്. ഹാവിങ് പെർപെച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ, ആൻഡ് വിത്ത് പവർ ടു ഹോൾഡ് പ്രോപ്പർട്ടി, എൻ്റർ ഇൻ ടു കോൺട്രാക്ട്സ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഡിഫെൻഡ് സ്യൂട്ട്സ് ആൻഡ് other legal proceedings, and to do all things necessary for the purpose for which it was constituted. ചിലപ്പോൾ നാളെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളിൽ ഇത്തരം വേർഡ്സൊക്കെ തന്നു കഴിഞ്ഞ് നമ്മളോട് ഉത്തരം എഴുതാൻ വേണ്ടി പറയും. സോ ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ലോ പഠിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ പ്രൊവൈഡഡ് ദാറ്റ് എന്ന് പറയുകയാണ്. ഗവൺമെൻറ്റിനും അതുപോലെ രജിസ്ട്രാറിനും എന്തിനുള്ള അധികാരമുണ്ട്? റെഗുലേറ്റ് ദ വർക്കിംഗ് ഓഫ് എ സൊസൈറ്റി ഫോർ ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ ബെറ്റർമെൻറ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് ദ ജനറൽ പബ്ലിക്. ഇവിടെ എക്കണോമിക് ആൻഡ് സോഷ്യൽ ബെറ്റർമെൻറ്റിന് പകരം ചിലപ്പോൾ വേറെ പല പദങ്ങൾ നമുക്ക് തരാം. അതുകൊണ്ട് എക്കണോമിക് ആൻഡ് സോഷ്യൽ ബെറ്റർമെൻറ്റ് എന്ന് തന്നെ നിങ്ങൾ പഠിക്കണം. അതുകൂടാതെ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് എന്നതിന് പകരം ഓഫ് ഓൾ പേഴ്സൺസ് അല്ലെങ്കിൽ ഓഫ് ഫാമിലി മെമ്പേഴ്സ് അങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടി പാടില്ല. സോ അതുപോലെ തന്നെ പഠിച്ചു വെക്കണം. നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെക്കമെൻഡ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് രൂപത്തിൽ ചോദിക്കുക.